KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SYS എറണാകുളം ജില്ലാ പ്രസിഡന്റും സമസ്ത മുശാവറ അംഗവുമായ TSK ബുഖാരി തങ്ങൾക്ക് ആയിരങ്ങളുടെ യാത്രാമൊഴി. എമർജിംഗ് കേരള ആദ്യ നിക്ഷേപക സംഗമം നാളെ കൊച്ചിയിൽ. കുനിയിൽ ഇരട്ടക്കൊല കുറ്റപത്രം സമർപ്പിച്ചു. കൊലക്കു പിന്നിൽ നീണ്ട ആസൂത്രണം. കോവളം കൊട്ടാരം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. പാലക്കാട് മുണ്ടൂരിൽ CPM പിളർന്നു. വാർത്തകൾ വിശദമായി. സത്യത്തിന് നേരെയുള്ള എതിർപ്പുകളെ ശക്തമായി ചെറുത്ത് ആദർശത്തിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്ന മാതൃകാ പുരുഷനായിരുന്നു സയ്യിദ് TSK ബുഖാരി. ജന്മം കൊണ്ട് മലപ്പുറത്തുകാരനായ തങ്ങളുടെ തട്ടകം തെക്കൻ മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ജനങ്ങളുടെ ഒഴുക്കാണ് ഇന്നലെ കുരിയാടെന്ന ഉൾനാടൻ ഗ്രാമം കണ്ടത്. മരണവിവരമറിഞ്ഞ പ്രസ്ഥാന പ്രവർത്തകരും ഇഷ്ടക്കാരുമായി ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. ആയുസിന്റെ അരനൂറ്റാണ്ട് ഒരു നാടിന്റെ കടിഞ്ഞാൺ നിയന്ത്രിച്ച അപൂർവം പേരിൽ ഒരാളായിരുന്നു തങ്ങൾ. ഖതീബും മദ്രസ അധ്യാപകനുമായി സേവനരംഗത്തേക്ക് വന്ന തങ്ങൾ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലും കർമ്മരംഗത്തായിരുന്നു. കോട്ടക്കൽ കാഞ്ഞിരപ്പള്ളി സുന്നി സമ്മേളന വേദിയിൽ നിന്നാണ് തങ്ങളുടെ അന്ത്യയാത്ര. തന്റെ 20-ാം വയസ്സിൽ ആരംഭിച്ച മതസേവന പ്രവർത്തനം അന്ത്യം വരെ നിലനിന്നു. അഭിപ്രായ ഭിന്നതകളും കലഹങ്ങളും പരിഹരിച്ച് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ സൗഹൃദം സ്ഥാപിക്കുന്നതിൽ തങ്ങളുടെ മിടുക്ക് സവിശേഷമായിരുന്നു. തങ്ങൾ എറണാകുളത്തെത്തുന്നതും ഇത്തരം ഒരു കാര്യത്തിന് തന്നെയാണ്. കലൂർ മഹലിലുണ്ടായ ഒരു പ്രശ്നം പരിഹരിക്കാൻ പരേതനായ KP ഉസ്മാൻ സാഹിബാണ് തങ്ങളെ കണ്ടെത്തിയതും കലൂരിലേക്ക് അയച്ചതും. അവിടെ എത്തിയ തങ്ങൾ പ്രശ്നം പരിഹരിച്ചെന്ന് മാത്രമല്ല, ഒരു നാടിന്റെ എല്ലാമായി മാറുകയായിരുന്നു. എറണാകുളം ജില്ലയിൽ സുന്നി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ തങ്ങളുടെ പങ്ക് വലുതായിരുന്നു. 1964 അദ്ദേഹം ഇവിടെ ഖതീബായി ചുമതലയേൽക്കുന്നത്. ആദർശരംഗത്ത് ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ ഒരുക്കമായിരുന്നില്ല. സമസ്തയിലെ പിളർപ്പിന്റെ വേളയിൽ സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചുനിന്ന TSK ഈ പിളർപ്പ് സുന്നത്ത് ജമാഅത്തിന്റെ വിജയത്തിന് അനുഗ്രഹമായെന്ന് വിശ്വസിച്ചു. എതിർപ്പുകൾ ഹരമായി കണ്ട അദ്ദേഹം 1989 ജനുവരി 19 മുതൽ 22 കൂടിയ ദിവസങ്ങളിൽ എറണാകുളത്ത് നടന്ന SYS സമ്മേളനത്തിന്റെ ഐതിഹാസിക വിജയത്തിന് അക്ഷീണം പ്രയത്നിച്ച കർമ്മധീരരിലെ മുൻനിരക്കാരനായിരുന്നു. നേതാവെന്നതിനേക്കാൾ ഒരു സാധാരണ പ്രവർത്തകനായാണ് ആ വലിയ മനുഷ്യൻ ജീവിച്ചത്. SSF സാഹിത്യോത്സവങ്ങളിൽ സദസ്സിലിരുന്ന് പരിപാടികൾ വീക്ഷിക്കുന്ന തങ്ങളെ വേദിയിലിരിക്കാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നെങ്കിലും അതിന് കൂട്ടാക്കാത്ത ആ മനസ്സ് പ്രവർത്തകർക്ക് ആത്മവീര്യം പകരുന്നതായിരുന്നു. സ്റ്റേജിൽ നിന്നും കാടുകയറി സദസ്യരെ വിരസരാക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല തങ്ങൾ. ആനുകാലികങ്ങളിൽ എഴുതാറുള്ള അദ്ദേഹം നല്ലൊരു വായനക്കാരൻ കൂടിയായിരുന്നു. സയ്യിദ് TSK ബുഖാരിയുടെ നിര്യാണത്തെ തുടർന്ന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നൂറുകണക്കിന് പ്രവർത്തകർ 25ലധികം ഖുർആൻ ഖത്മുകൾ ഹദിയ ചെയ്തു. ഇനിയും ഖത്മുകൾ തൈലീലുകൾ ഹദിയ ചെയ്യുന്നവർ അഡ്മിൻ അബൂസിനു എന്ന ഐഡിയിൽ അറിയിക്കണമെന്ന് KMIC ഭാരവാഹികൾ അറിയിച്ചു.
ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി 2500ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന എമർജിംഗ് കേരള സംഗമത്തിന്റെ ഒരുക്കങ്ങൾ കൊച്ചിയിൽ പൂർത്തിയാകുന്നു. പ്രധാനമന്ത്രിയും 7 കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കുന്ന നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായി കനത്ത സുരക്ഷാ വലയത്തിലാണ് കൊച്ചി. ലേ മെറിഡിയൻ ഹോട്ടലിലെ പ്രധാന കൺവെൻഷൻ സെന്ററാണ് മുഖ്യവേദി. ഇവിടെ അവസാന മിനുക്കുപണികൾ പൂർത്തിയാവുകയാണ്. അതിഥികളെ സ്വീകരിക്കുന്നതിന് ഹോട്ടലും ഒരുങ്ങിക്കഴിഞ്ഞു. നിക്ഷേപ താൽപര്യവുമായി 52 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിനിധികളായെത്തുന്ന 2500 പേർക്ക് കൊച്ചിയിലെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് താമസ സൗകര്യമൊരുക്കുന്നത്. ഇവിടെയും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിക്ഷേപക സംഗമത്തിന് ഏറ്റവും അധികം പ്രതിനിധികൾ എത്തുന്നത് കാനഡയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമാണ്. 45 വീതം. ചൈനയിൽ നിന്ന് 23, അമേരിക്കയിൽ നിന്ന് 15, ജപ്പാനിൽ നിന്ന് 12 പ്രതിനിധികളെത്തും. ഓസ്ട്രേലിയ, ജർമ്മനി, മലേഷ്യ, സിംഗപ്പൂർ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവകളിൽ നിന്നും പ്രതിനിധികളുണ്ട്. ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ പീറ്റർ വർഗീസ്, അമേരിക്കൻ അംബാസിഡർ നാൻസി പവൽ എന്നിവരെയും നിക്ഷേപ സംഗമവേദിയിൽ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഡിപി വേൾഡ്, NICS ഇന്റർനാഷണൽ തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികളുടെ മേധാവികളും സംഗമത്തിൽ എത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നാളെ കൊച്ചിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അരീക്കോട് കുനിയിലെ ഇരട്ടക്കൊല നടപ്പാക്കിയത് 5 മാസം നീണ്ട ആസൂത്രണത്തിന് ശേഷമെന്ന് കുറ്റപത്രം. കേസിലെ പ്രതികളെ കണ്ടെത്തുന്നതിനും ഗൂഢാലോചന തിരിച്ചറിയുന്നതിലും നിർണായകമായത് പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ലഭിച്ച CD കവറിന് പിന്നിലെഴുതിയ കുറിപ്പുകളാണ്. കൃത്യത്തിൽ പങ്കെടുത്തവരുടെ ചുമതലകൾ വിവരിക്കുന്ന കുറിപ്പ് കണ്ടെത്തിയത് ഒളിവിൽ കഴിയുന്ന 17ാം പ്രതി സഫൂറിന്റെ വീട്ടിൽ നിന്നാണ്. അത്തീഖുർ റഹ്മാൻ കൊല്ലപ്പെട്ട ശേഷം സുഹൃത്തുക്കൾ പുറത്തിറക്കിയ സ്നേഹനാളം എന്ന CD-യുടെ കവറിലാണ് നിർണായകമായ കുറിപ്പുകൾ. 5 സംഘങ്ങളായി 20 പേരുകളാണ് ഇതിലുള്ളത്. നേതൃത്വം കൊടുക്കേണ്ടവർ, ആയുധങ്ങൾ സംഘടിപ്പിക്കേണ്ടവർ, ഇവ സൂക്ഷിക്കേണ്ടവർ, പണം സമാഹരിക്കേണ്ടവർ, കൊല്ലപ്പെടേണ്ടവരുടെ രേഖാചിത്രം തയ്യാറാക്കേണ്ടവർ എന്നിങ്ങനെയാണ് ചുമതലകൾ. സഫൂറിന്റെ ബാങ്ക് അക്കൌണ്ടിലെ കൈയെഴുത്തും കുറിപ്പിലേതും ഒന്നുതന്നെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഗൾഫിലെത്തിയതിനു ശേഷം സഫൂർ പ്രതികളെ നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു. കസ്റ്റഡിയിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ജൂൺ 26-ന് സഫൂറിന്റെ വീട് പരിശോധിച്ചപ്പോഴാണ് കുറിപ്പുകൾ കണ്ടെടുക്കുന്നത്. ഇതിന് 2 മാസം മുമ്പ് തന്നെ സഫൂർ ഗൾഫിലേക്ക് കടന്നിരുന്നു. കുറിപ്പിൽ പരാമർശിച്ചിരുന്ന 17 പേരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. എന്നാൽ 3 പേർക്ക് കേസിൽ പങ്കില്ല. ഈ കുറിപ്പുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ പ്രതിയായ അനസിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. അത്തീഖുർ റഹ്മാൻ വധത്തിനു മുമ്പും ശേഷവും പ്രതികൾ തമ്മിലുള്ള ഫോൺ വിളികൾ ഇരട്ടിയിലേറെ വർദ്ധിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. 5 മാസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ ഇരട്ടകൊലപാതകം നടത്തിയതെന്ന് കുറ്റപത്രം വ്യക്തമാക്കുന്നു. CD കവറിലെ കുറിപ്പ് കൊലകൾ ആസൂത്രിതമാണെന്നതിന്റെ വ്യക്തമായ തെളിവാണെന്ന് കുറ്റപത്രത്തിന്റെ 602-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഫിറോസ് ഖാൻ കുരുക്ക് മുറുകുമെന്ന് കണ്ടപ്പോഴാണ് മാപ്പുസാക്ഷിയാകാൻ തയ്യാറായതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. കോവളം കൊട്ടാരം സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ ഇടതു സർക്കാർ നടപടിയെടുത്തിരുന്നു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. കോവളം കൊട്ടാരം സ്വകാര്യ ഗ്രൂപ്പിന് കൈമാറാനുള്ള നീക്കം നടക്കുന്നുവെന്ന ആക്ഷേപമുയർന്ന പശ്ചാത്തലത്തിൽ കൊട്ടാരവും അനുബന്ധ ഭൂമിയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു VS. കൊട്ടാരം ചരിത്ര സ്മാരകമാക്കാനാണ് തന്റെ സർക്കാർ തീരുമാനിച്ചിരുന്നത്. ആന്റണി സർക്കാർ സ്വീകരിച്ച സമീപനമാണ് ഉമ്മൻചാണ്ടി സർക്കാരും കൈക്കൊള്ളേണ്ടത്. മറിച്ചായാൽ LDF പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് VS മുന്നറിയിപ്പ് നൽകി. വ്യത്യസ്തമായിട്ടുള്ള നിലപാട് കച്ചവടക്കാരായ വ്യാപാരികൾക്ക് വേണ്ടി ചെയ്യുമോ അതോ ജനങ്ങളുടെ അഭിലാഷമനുസരിച്ച് അന്നിരുന്ന UDF ഗവൺമെന്റ് പോലും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടുള്ളൊരു നിലപാട് അന്നെടുത്തതുപോലെ തുടരുമോ എന്നുള്ളതാണ് നമുക്കെല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. രാവിലെ 10:45 കൊട്ടാരത്തിലെത്തിയ VS പ്രധാന മുറികൾ നോക്കിക്കണ്ടു. അരമണിക്കൂർ നേരം അദ്ദേഹം കൊട്ടാരത്തിൽ ചെലവഴിച്ചു. സ്ഥലത്തെ DYFI പ്രവർത്തകർ VSന് അഭിവാദ്യമർപ്പിച്ച് പ്രകടനം നടത്തി.
പാലക്കാട് മുണ്ടൂരിൽ CPM വിമതപക്ഷം ഏരിയ സെക്രട്ടറി PA ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് നാമകരണം ചെയ്ത പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി CPMൽ തരം താഴ്ത്തലിനു വിധേയനായ PA ഗോകുൽദാസിനെ തിരഞ്ഞെടുത്തു. 19 അംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് തങ്ങളെന്നും ഇപ്പോഴത്തെ തീരുമാനം CPM സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന് എതിരല്ലെന്നും ഗോകുൽദാസ് പ്രഖ്യാപിച്ചു. ജില്ലാ നേതൃത്വത്തിലെ ചില കോക്കസുകൾക്കെതിരായാണ് തങ്ങളുടെ പാർട്ടിയെന്നും സമ്മേളനം അറിയിച്ചു. ഒരാഴ്ചക്കുള്ളിൽ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾ രൂപീകരിക്കും. PS-ന്റെ മണ്ഡലമായ മലമ്പുഴയിലാണ് മുണ്ടൂർ പഞ്ചായത്ത്. വ്യക്തിപരമായ വിഷയം സംബന്ധിച്ച പരാതിയിൽ ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗോകുൽദാസിനെ മുണ്ടൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് കോങ്ങാട് ലോക്കൽ കമ്മിറ്റിയിലേക്ക് CPM തരം താഴ്ത്തിയത്. തീരുമാനം സംസ്ഥാന കമ്മിറ്റിയും ശരിവച്ചിരുന്നു. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഗോകുൽദാസിനെ പിന്തുണയ്ക്കുന്ന VS പക്ഷം കഴിഞ്ഞ ദിവസം തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ചു ചേർത്ത ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് മുണ്ടൂരിൽ ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ വിളിച്ചു ചേർത്ത പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. ചാല ടാങ്കർ ദുരന്തത്തിൽ മരണം 20ആയി. ദേവിനിവാസിൽ പ്രമോദ് ആണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. പ്രമോദിന്റെ അച്ഛൻ, അമ്മ, അനുജൻ, മറ്റൊരു അനുജന്റെ ഭാര്യ, ഇളയച്ഛൻ, ഇളയമ്മ എന്നിവർ നേരത്തെ മരിച്ചിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം. മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് അകമ്പടി പോയ പോലീസ് ജീപ്പ് പിടിച്ച് ബൈക്ക് യാത്രക്കാരനായ കാർത്തല മഠത്തിൽ ശങ്കരന്റെ മകൻ ജിതേഷ് മരിച്ചു. സഹോദരൻ ജിജോക്ക് പരിക്കേറ്റു. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് റോഡിൽ അമ്പലപ്പറമ്പിലാണ് അപകടമുണ്ടായത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിനാദമി ശ്രവണപുടങ്ങളിൽ ആവേശം, അറിവിന്നലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC നേരിൻ നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. KMIC നേരിൻ നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. പോരുക പോരുക സോദരരെ ഈ ജാലകമി ചേരൂ, നേരിൻ നാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. വിശുദ്ധ ഭൂമിയിൽ തീർത്ഥാടകരായി എത്തുന്ന ഹാജിമാർക്ക് നിസ്വാർത്ഥ സേവനത്തിനായി ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ICF, മക്ക റിസാല സ്റ്റഡി സർക്കിൾ RSC സഹകരിച്ച് ഹജ്ജ് വളണ്ടിയർ കോർ രൂപീകരിച്ചു. കുഞ്ഞാപ്പു ഹാജി പട്ടർക്കടവ് ചീഫ് ക്യാപ്റ്റനും ഉസ്മാൻ കുറുകത്താണി, മുഹമ്മദ് അലി വലിയോറ വൈസ് ക്യാപ്റ്റന്മാരുമായി വളണ്ടിയർ ടീമിന് രൂപം നൽകി. വളണ്ടിയർ കോർഡിനേറ്റർമാരായി എഞ്ചിനീയർ നജീം തിരുവനന്തപുരം, സിറാജ് വില്യാപ്പള്ളി, അബ്ദുസമദ് പെരിമ്പലം, ഷമീബ് മോർക്കനാട് എന്നിവരെയും തിരഞ്ഞെടുത്തു. ഹാജിമാർ മക്കയിൽ വന്നിറങ്ങുന്ന ആദ്യ ദിവസം മുതൽ വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും. വിവിധ ബാച്ചുകളിലായി ഹറം പരിസരത്ത് മുഴുവൻ സമയം സേവനം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വഴിതെറ്റിയ ഹാജിമാരെ അവരുടെ ലക്ഷ്യത്തിലെത്തിക്കുക, അവശരായവരെ സഹായിക്കുക, കർമ്മങ്ങൾ അറിയാതെ വിഷമിക്കുന്ന ഹാജിമാർക്ക് മാർഗനിർദ്ദേശം നൽകുക തുടങ്ങിയ സേവനങ്ങളായിരിക്കും പ്രധാനമായും ICF RSC വളണ്ടിയർമാർ ചെയ്യുക.
വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന 313 വളണ്ടിയർമാരായിരിക്കും ആദ്യ ബാച്ചിൽ സേവന നിരതരാവുക. ആദ്യ ബാച്ചിന്റെ പരിശീലനം അടുത്ത വെള്ളിയാഴ്ച ഗസയിൽ വെച്ച് നടക്കും. ഇതു സംബന്ധമായി ചേർന്ന യോഗത്തിൽ ചെയർമാൻ മീറാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. RSC ഗൾഫ് ചാപ്റ്റർ കൾച്ചറൽ കൌൺസിൽ കൺവീനർ അബ്ദുൽ ജലീൽ വെളിമുക്ക് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. എഞ്ചിനീയർ മുനീർ വാഴക്കാട് സ്വാഗതം പറഞ്ഞു. സംഘടനാ വാർത്തകൾ. SYS എറണാകുളം ജില്ലാ പ്രസിഡന്റും സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അംഗവുമായ TSK തങ്ങൾ ബുഖാരിയുടെ നിര്യാണത്തിൽ ICF ജിദ്ദ ഘടകം അനുശോചനം അറിയിച്ചു. വാഗ്മിയും ചിന്തകനും ആത്മീയ ഗുരുവുമായിരുന്ന തങ്ങൾ 5 പതിറ്റാണ്ടായി കൊച്ചിയിലെ കലൂർ ജുമുഅത്ത് പള്ളിയിൽ ഖതീബായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ദക്ഷിണ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിൽ ഗണ്യമായ പങ്കുവഹിച്ച തങ്ങൾ സാമുദായിക ഐക്യത്തിന് മുൻഗണന നൽകിയിരുന്ന നേതാവായിരുന്നു എന്ന് അനുശോചന യോഗം വിലയിരുത്തി. സയ്യിദ് ഹബീബുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ മദ്ഹരി, മുസ്തഫ സൈദി ക്ലാരി, മുഹമ്മദ് സഖാഫി എന്നിവർ സംസാരിച്ചു. സയ്യിദ് TSK ബുഖാരിയുടെ നിര്യാണത്തിൽ ICF റിയാദ് ഘടകം അനുശോചനം അറിയിച്ചു. ഇന്നലെ ബത്ഹയിൽ നടന്ന മയ്യിത്ത് നിസ്കാരത്തിന് ICF RSCയുടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം സുപ്രീം കൌൺസിൽ അംഗം സയ്യിദ് TSK തങ്ങളുടെ നിര്യാണത്തിൽ SSF മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. തികഞ്ഞ പാണ്ഡിത്യവും വിനയവും മുഖമുദ്രയായി സ്വീകരിച്ച തങ്ങൾ സംഘടനാ കുടുംബത്തിന് എന്നും വലിയ പ്രതീക്ഷയായിരുന്നു. സംഘടനയുടെ പ്രവർത്തനങ്ങളും കർമ്മപരിപാടികളും സന്തോഷപൂർവ്വം നോക്കിക്കാണുകയും ഗുരുതുല്യം ഇടപെടുകയും ചെയ്യുന്ന തങ്ങളുടെ നിര്യാണം സുന്നി പ്രസ്ഥാനത്തിനും സംഘടനാ കുടുംബത്തിനും കനത്ത നഷ്ടമാണെന്നും സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് K സൈനുദ്ദീൻ സഖാഫി ഇരുമ്പുഴി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ സുന്നി സെന്ററിൽ CM വലുല്ലാഹി ആണ്ട് നേർച്ച നാളെ നടക്കും. രാവിലെ 11 മണിക്ക് സമസ്ത കേന്ദ്ര മുശാവറ അംഗം M ആലിക്കുഞ്ഞി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സഅദിയ ജനറൽ സെക്രട്ടറിയും സുന്നി വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റുമായ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ കൂറ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട, സയ്യിദ് ഹസൻ അഹദൽ തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഹാദി സഖാഫി, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, മടവൂർ ഷെരീഫിലെ CM സെന്റർ ജനറൽ സെക്രട്ടറി TK അബ്ദുറഹ്മാൻ ബാക്കവി, അബ്ദുൽ നാസർ അഹ്സനി മടവൂർ, അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി, കട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സൈദി തുടങ്ങിയവർ സംബന്ധിക്കും. മുക്കം നീലേശ്വരം സുന്നി മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CM വലുല്ലാഹി ഉറൂസ് മുബാറക്കും മതപ്രഭാഷണവും ഇന്ന് ആരംഭിച്ചു. രാവിലെ 10 മണിക്ക് PT അബു ഹാജി പതാക ഉയർത്തി. രാത്രി 7 മണിക്ക് അബൂബക്കർ സഖാഫി വെണ്ണക്കോട് പ്രഭാഷണം നടത്തും. നാളെ വടശ്ശേരി ഹസൻ മുസ്ലിയാർ പ്രഭാഷണം നടത്തും. 12-ന് നടക്കുന്ന ദിക്ർ ദുആ സമ്മേളനത്തിൽ P അലവി സഖാഫി കായലം ഉദ്ബോധന പ്രസംഗം നടത്തും. UK അബ്ദുൽ മജീദ് മുസ്ലിയാർ, ഹാഫിൽ ഉസ്താദ് ഡോക്ടർ ഹനീഫ അഹ്സനി അൽ ഖാദിരി നേതൃത്വം നൽകും. സുന്നി യുവജന സംഘം കോഴിക്കോട് സൗത്ത് മേഖല ഇലക്ഷൻ ഡയറക്ടറേറ്റ് രൂപവൽക്കരിച്ചു. VT അബ്ദുള്ള കോയ മാസ്റ്റർ ഇലക്ഷൻ ചീഫായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളവണ്ണ കമ്പിളിപ്പറമ്പ് മദീനത്തു CMയിൽ CM വലുല്ലാഹി ആണ്ട് നേർച്ചയിൽ ഷാഫി സഖാഫി മുണ്ടമ്പ്ര ഇന്നും നാളെയും മറ്റന്നാളും പ്രഭാഷണം നടത്തുന്നു. രാത്രി 7 മണിക്ക് ആരംഭിക്കുന്ന പ്രഭാഷണം സൂറത്തുൽ കൗസർ ആസ്പദമാക്കിയാണ് നടക്കുന്നത്. ബൈത്തുൽ ഇസ്സ ദിക്ർ വാർഷികവും CM വലുല്ലാഹി ആണ്ട് നേർച്ചയും സമാപിച്ചു. ദിക്ർ ദുആ സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. പാറന്നൂർ PP മുഹീദ്ദീൻകുട്ടി മുസ്ലിയാരുടെ ഖബർ സിയാറത്തിനും CM വലുല്ലാഹി മഖാം സിയാറത്തിനും സയ്യിദ് അബ്ദുസബൂർ ബാഹസൻ അവേലം നേതൃത്വം നൽകി. സയ്യിദ് അലി ബാഫക്കെ തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, C മുഹമ്മദ് ഫൈസി, TK അബ്ദുറഹ്മാൻ ബാക്കവി, ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂർ, TK മുഹമ്മദ് ദാരിമി, CM മുഹമ്മദ് അബൂബക്കർ സഖാഫി, TA മുഹമ്മദ് അഹ്സനി തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു.
രണ്ടത്താണി ജാമിയ നുസ്രത്ത് 15ാം വാർഷിക പ്രഥമ സനദ്ദാന സമ്മേളനത്തിന്റെ ഭാഗമായി നുസ്രത്ത് ദഅവ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓൾ കേരള റിലീ ഡിബേറ്റ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നു. നവലോക ക്രമത്തിൽ ഇസ്ലാമിന്റെ അജയ്യത സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പഠനങ്ങളും സംവാദാത്മകതയും പ്രബോധകരിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സംവാദ മത്സരത്തിൽ കേരളത്തിലെ ദഅവ ശരീഅത്ത് ദർസ് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഒക്ടോബർ 4-ന് രണ്ടത്താണി നുസ്രത്ത് ക്യാമ്പസിൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നടക്കും. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 ടീമിനാണ് ഫൈനൽ റൗണ്ടിൽ അവസരമുണ്ടാവുക. ഫൈനൽ റൗണ്ട് മത്സരം ഒക്ടോബർ 9-ന് 1 മണിക്ക് മഞ്ചേരി ടൗൺ ഹാളിൽ നടക്കും. വൈകിട്ട് 6 മണിക്ക് മഞ്ചേരി ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ ബഹുജന മുഖാമുഖം നടക്കും. മത, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കും. ഒരു പുരുഷായുസ് മുഴുവൻ അഹ്ലുസുന്നയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച EK ഹസൻ മുസ്ലിയാരുടെ 31ാം ആണ്ട് നേർച്ച അനുസ്മരണ പരിപാടികൾ നാളെ വൈലത്തുരിച്ചലവിൽ നടക്കും. കാലത്ത് 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ ഹസൻ മുസ്ലിയാരുടെ ശിഷ്യന്മാരും ചെലവിൽ ദർസിലെ പൂർവ്വ വിദ്യാർത്ഥികളും സംബന്ധിക്കും. അനുസ്മരണ പ്രഭാഷണം, മൗലിദ്, ഖുർആൻ പാരായണം തുടങ്ങിയ വിവിധ ചടങ്ങുകൾക്ക് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, KK അബ്ദുറഹ്മാൻ മുസ്ലിയാർ കോട്ടപ്പുറം, VH അബ്ദുറഹ്മാൻ ദാരിമി, H ഇസുദ്ദീൻ കാമിൽ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകും. ICF ഖത്തർ നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ MES ഇന്ത്യൻ സ്കൂളിൽ പ്രവർത്തിക്കുന്ന തഅലീമുൽ ഖുർആൻ മദ്രസയുടെ പുതിയ അധ്യയന വർഷം സയ്യിദ് മുഹമ്മദ് യാസിൻ എന്ന വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകി കടവത്തൂർ അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങ് മദ്രസ സെൽ ചെയർമാൻ അബ്ദുൽ അസീസ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ICF ഖത്തർ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുറസാഖ് മുസ്ലിയാർ പറവണ്ണ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസ്സലാം ഹാജി പുത്തനത്താണി, മുഹമ്മദ് ഷാ ആയഞ്ചേരി, കുഞ്ഞു ഹാജി എട്ടിക്കുളം, ഉമറുൽ ഫാറൂഖ് സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ICF ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ഹാജി മേമുണ്ട സ്വാഗതവും അബ്ദുൽ ലത്തീഫ് സഖാഫി നന്ദിയും പറഞ്ഞു. റിസാല വാരിക 1000 ലക്കം പ്രത്യേക പതിപ്പിന്റെ ദമ്മാം സോൺ തല പ്രകാശന കർമ്മം ICF നാഷണൽ ട്രഷറർ അബ്ദുൽ ലത്തീഫ് അഹ്സനി വയനാട് ഉമ്മർ വയനാടിന് നൽകി നിർവഹിച്ചു. സയ്യിദ് TSK തങ്ങൾ ബുഖാരിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തഹ്ലീലും ഇന്ന് ചാപ്പനങ്ങാടി മർക്കസ് മസാലിഹിൽ നടക്കും. മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന പരിപാടിയിൽ പ്രദേശത്തെ സുന്നി പ്രവർത്തകർ പങ്കെടുക്കണമെന്ന് സുന്നി നേതാക്കൾ അറിയിച്ചു. SSF കൊയിലാണ്ടി ഡിവിഷൻ സാഹിത്യോത്സവ സെപ്റ്റംബർ 16-ന് ഞായറാഴ്ച കൊയിലാണ്ടി മർക്കസ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കും. SSF യൂണിവേഴ്സിറ്റി ഡിവിഷൻ സാഹിത്യോത്സവിൽ പള്ളിക്കൽ സെക്ടർ ജേതാക്കളായി 240 പോയിന്റ് നേടിയാണ് വിജയികളായത്. 9 സെക്ടറുകളിൽ നിന്നും 2 ക്യാമ്പസുകളിൽ നിന്നുമായി 500ഓളം പ്രതിഭകൾ പങ്കെടുത്തു. SSF വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി കാവമ്പുറത്ത് നടന്ന മത്സരങ്ങളിൽ 298 പോയിന്റുകൾ നേടി കാടാമ്പുഴ സെക്ടർ ഓവറോൾ കിരീടം നിലനിർത്തി. ക്യാമ്പസ് വിഭാഗത്തിൽ മരവട്ടം ഗ്രേസ് വാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം SSF ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സ്വർണവിലയിൽ മുന്നേറ്റം തുടരുന്നു. ഇന്നലെ പവന് 80 രൂപ കൂടി 23,800 രൂപയും ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 2,975 രൂപയുമായി പുതിയ റെക്കോർഡിട്ടിരുന്നു. സ്വർണവിലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ശനിയാഴ്ച പവന് 280 രൂപ കൂടി 23,720 രൂപയായിരുന്നു. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങളാണ് ഇന്ത്യയിലും സ്വർണവിപണിയെ പുതിയ റെക്കോർഡുകളിൽ എത്തിക്കുന്നത്. KMIC പ്രോഗ്രാം വാർത്തകൾ. നാളെ രാവിലെ ഇന്ത്യൻ സമയം 3 മണിക്ക് മുഹീദ്ദീൻ മാല ബുർദ മജ്ലിസ്, 7 മണിക്ക് മൗലിദ് ബദരിയത്ത്, 10 മണിക്ക് ഉസ്താദ് ഷാഫി മഹ്ലരി, 11 മണിക്ക് ഉസ്താദ് KM ബാബ മുസ്ലിയാർ. ഇന്ത്യൻ സമയം ഉച്ചക്ക് 12 മണിക്ക് തഫ്സീർ ക്ലാസ് ഉസ്താദ് അബു സാജിദ് മുസ്ലിയാർ. ഇന്ത്യൻ സമയം 1 മണിക്ക് അദ്കിയ ദർസ് ഉസ്താദ് മുസ്തഫ സൈദി ക്ലാരി. 2 മണിക്ക് ഉസ്താദ് NM സഖാഫി വന്നിയൂർ. ഇന്ത്യൻ സമയം 3 മണിക്ക് ഉസ്താദ് സാജിർ ഹസനി കാമിൽ. ഇന്ത്യൻ സമയം 4 മണിക്ക് ഉസ്താദ് ഫضل റഹ്മാൻ സഖാഫിയുടെ ബുർദ ക്ലാസ്. ഇന്ത്യൻ സമയം 5 മണിക്ക് ഫിഖ് ക്ലാസ് ഉസ്താദ് സൈദി കൊട്ടുകര. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
SYS എറണാകുളം ജില്ലാ പ്രസിഡന്റും സമസ്ത മുഷാവറ അംഗവുമായ TSK ബുഖാരി തങ്ങൾക്ക് ആയിരങ്ങളുടെ യാത്രാമൊഴി. കുനിയിൽ ഇരട്ടക്കൊല കുറ്റപത്രം സമർപ്പിച്ചു. കൊലക്കു പിന്നിൽ നീണ്ട ആസൂത്രണം. കോവളം കൊട്ടാരം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. പാലക്കാട് മുണ്ടൂരിൽ CPM പിളർന്നു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, UAE സമയം 5 മണിക്ക്, സൗദി സമയം 4 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.